3 അതിർത്തി ജില്ലകളിൽ നിന്ന് ആളുകളെ ബങ്കറിലേക്ക് മാറ്റിയെന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ 3 അതിർത്തി ജില്ലകളിൽ നിന്ന് ആളുകളെ ബങ്കറിലേക്ക് മാറ്റി. അതൊരു എന്തായാലും ഒരു ഭഗീരഥ പ്രയത്നമാണ്, ഹെർക്കൂലൻ ടാസ്ക് ആണെന്ന് പറയുമ്പോൾ പോലും ഈ ബങ്കറുകളൊക്കെ സജ്ജമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ മേഖലകളിൽ അതിർത്തി ഗ്രാമങ്ങളിൽ പോയതാണ്. അവിടെ ഈ ബങ്കറുകളൊക്കെ സജ്ജമാക്കുന്നത് കണ്ടതാണ്. അവിടെ കുറച്ച് പ്രശ്നങ്ങൾ, ബങ്കറിൽ വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ ആ ദിവസങ്ങൾ പറഞ്ഞെങ്കിലും വളരെ പെട്ടെന്ന് അതൊക്കെ പരിഹരിച്ചു എന്ന് വേണം കരുതാൻ. അച്യുതൻ ആ വാർത്തയുടെ ഒരു ഉണ്ട്. അച്യുതൻ, 3 അതിർത്തി ജില്ലകളിലെ ആളുകളെ പൂർണ്ണമായി ബങ്കറിലേക്ക് മാറ്റി എന്നതാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അഷ്മി, ആ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ജമ്മു കാശ്മീരിലെ 3 അതിർത്തി ജില്ലകളിൽ നിന്നും ആളുകളെ ഈ ബങ്കറുകളിലേക്കും ബാക്കിയുള്ളവർ ഏതാണ്ട് 1000-ഓളം ആളുകളെയാണ് ഈ മേഖലകളിൽ നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നത്. അതിൽ കുറച്ചുപേരെ ബങ്കറുകളിലേക്കും മറ്റുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്കും മാറ്റിയതായുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ഈ മേഖലകളിൽ അത്തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഈ പ്രകോപനം, അതായത് പാകിസ്ഥാൻ ആക്രമണം, ഷെല്ലാക്രമണം രൂക്ഷമായിരിക്കുന്ന മേഖലകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കഴിയുന്നത് ജീവൻ പണയപ്പെടുത്തി കഴിയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. 1000-ഓളം വരുന്ന ആളുകളെയാണ് ഒഴിപ്പിച്ചതായുള്ള വിവരങ്ങൾ. അതിൽ കുറച്ചുപേരെ ബങ്കറുകളിലേക്കും ബാക്കിയുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. സ്വാഭാവികമായും ഈ ആളപായം കുറയ്ക്കുക എന്നതാണ് ഈ നിലവിൽ കഴിഞ്ഞ ദിവസമായി എല്ലാം നിയന്ത്രണ രേഖയിൽ നിന്ന് ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ ജമ്മുവിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ ജമ്മുവിൽ തുടരുകയാണ്, ജമ്മു മേഖലയിൽ തുടരുകയാണ്. അദ്ദേഹം തന്നെ ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നു. സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കുക, ഒരു തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിലും വിശ്വസിക്കരുത്, ഭീതി പടർത്തരുത്, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് അദ്ദേഹം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹം ജമ്മുവിൽ തുടരുകയാണ്. ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലം, ഈ ആക്രമണങ്ങൾ നടക്കുമ്പോഴും അദ്ദേഹം ജമ്മുവിൽ തുടരുന്നു എന്നുള്ളതാണ്. അവിടെ ജമ്മുവിൽ തുടർന്നുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് വരുന്നു. എന്തായാലും നിലവിൽ ഈ 3 അതിർത്തി ജില്ലകളിലെ ആളുകളെയാണ് ഇപ്പോൾ ബങ്കറുകളിലേക്കും മറ്റ് സുരക്ഷിത ഇടങ്ങളിലേക്കും മാറ്റിയിരിക്കുന്നത്. അത് 1000-ഓളം വരുന്ന ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ പാകിസ്ഥാന്റെ അതിരൂക്ഷമായ ശല്യം, ഈ ഇത്തരത്തിൽ ഷെല്ലാക്രമണം ഈ നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലകളിൽ നടത്തിവരുന്നു. കഴിഞ്ഞ തവണ ഏതാണ്ട് 16 പേർ, ആദ്യ തവണ നിയന്ത്രണ രേഖയിലെ പാകിസ്ഥാൻ പ്രകോപനത്തിൽ 16 പേരുടെ ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം വീണ്ടും തുടർച്ചയായി അത്തരം രീതിയിലേക്ക് കടന്നു. 59-ഓളം ആളുകൾക്കാണ് ആദ്യ തവണ ഇത്തരത്തിൽ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റത്. അവർ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്ന് അവരെയെല്ലാം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. അവരോടെല്ലാം കൃത്യമായ രീതിയിൽ അദ്ദേഹം ആശയവിനിമയം നടത്തി. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യങ്ങൾ അവിടെ വിലയിരുത്തുകയും ചെയ്തു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ മേഖലകളിലും ഇപ്പോൾ വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ജയ്സാൽമീറിലടക്കം ഡ്രോണുകളുടെ സാന്നിധ്യം തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ള വിവരം കൂടി ഈ ഒരു മണിക്കൂറിൽ വരുന്നുണ്ട്. അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ട്, അതിനെ തകർക്കുന്നുണ്ട്, പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾ തകർക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. മറുവശത്ത് ഉന്നതതല യോഗം ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത്, ഇന്ത്യയുടെ ഇത് കുറേയായി കഴിഞ്ഞ 3 ദിവസമായി പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം തുടരുന്നു. അതിനി എങ്ങനെയാണ് മറുപടി നൽകുക എന്ന സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ രാജ്യം സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തിരിച്ചടി അത് ഒരു പക്ഷേ സേനാ വിഭാഗങ്ങൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നത് എന്താണോ അതേ കണക്കിൽ അതേ നിലയിൽ തിരിച്ച് എന്നതായിരുന്നു സേനയുടെ ഒരു പൊതു നിലപാടായി പറഞ്ഞിരുന്നത്. അതിനപ്പുറത്തേക്കുമില്ല ഇപ്പുറത്തേക്കുമില്ല എന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഡ്രോൺ ആക്രമണമെങ്കിൽ അതേ നിലയിൽ തിരിച്ചടിക്കും. അപ്പോൾ ഇന്ത്യ പലയിടത്തും തിരിച്ചടിക്കുന്നുണ്ട്. നമുക്ക് പ്രേക്ഷകരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, ഒരു അഡ്വൈസറി നിലനിൽക്കുന്നുണ്ട്. ഈ പറയുന്ന ലൊക്കേഷൻ എവിടൊക്കെയാണ് സൈനിക നടപടി, അതിൻ്റെ സ്വഭാവം എന്താണ് തുടങ്ങിയ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ അതേ നിലയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് ചില പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ആ വിവരങ്ങൾ നൽകാത്തത്. ഇന്ത്യ പലയിടത്തും അതിശക്തമായി തിരിച്ചടിക്കുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ ആ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കാം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന. അച്യുതൻ, ഇന്നിപ്പോൾ ഈ ഷഹബാസ് ഷെരീഫിനോട് സഹോദരൻ നവാസ് ഷെരീഫ് പറയുന്നത് നയതന്ത്ര വഴിയിലൂടെ പ്രശ്നം പരിഹരിക്കണം, ഇത് എസ്കലേറ്റ് ചെയ്യരുത്, പാകിസ്ഥാന് ദോഷമുണ്ടാക്കും. 2023 അദ്ദേഹം പറഞ്ഞതാണ് ഇന്ത്യയുമായി നല്ല ബന്ധമാണ് പാകിസ്ഥാന് വേണ്ടത് എന്നത്. അതിൻ്റെ പേരിൽ ഞാൻ പഴി കേട്ടു എന്നാണ് നവാസ് ഷെരീഫ് പറയുന്നത്. അപ്പോൾ സഹോദരൻ ഉപദേശിച്ചിട്ടും ഷഹബാസ് ഷെരീഫ് കേൾക്കുന്നില്ല എന്നാണോ, അതോ ഷഹബാസ് ഷെരീഫിന് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതാണോ? എന്തായാലും രണ്ടാണെങ്കിലും ഈ സംഘർഷം ലഘൂകരിക്കാനല്ല, അത് കുറെ കൂടി വഷളാക്കാനാണ് പാകിസ്ഥാന്റെ ഈ നടപടികൾ ഉപകരിക്കുക എന്നത് ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അല്ലേ?
കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്നുള്ള പാകിസ്ഥാന്റെ അത്തരം സമീപനങ്ങളിൽ നിന്ന് അത് കൃത്യമായി തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ ഒരു തരത്തിലുള്ള പ്രകോപനവും അങ്ങോട്ട് സൃഷ്ടിക്കാതെയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ അത് രാത്രി ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരം വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നു. അതിനുവേണ്ടി ഡ്രോണുകളും മിസൈലുകളും വിന്യസിക്കുന്നു. കഴിഞ്ഞ തവണ 15 ഇടങ്ങളിലാണ്, അതായത് സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ 15 ഇടങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഡ്രോൺ ഉൾപ്പെടെ വിന്യസിച്ചത്. എന്നാൽ അത് കൃത്യമായി തകർത്തു. അടുത്ത് ഇന്ന് വീണ്ടും അത്തരത്തിലേക്കുള്ള ശ്രമങ്ങളിലേക്ക് കൂടി പാകിസ്ഥാൻ കടക്കുന്നു. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത് വലിയ ഒരു വിപത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക എന്നതിൽ സംശയമില്ല. ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യ ആവർത്തിച്ച് പറയുന്നു, യുദ്ധത്തിന് തങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷേ അത് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അത്തരത്തിൽ തന്നെ മറുപടി നൽകും എന്നാണ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം. പല ലോകരാഷ്ട്രങ്ങളും ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ, ഇന്ത്യ പാക് സംഘർഷം അത് ലഘൂകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നയതന്ത്ര ഇടപെടൽ ഉണ്ടാകണം, അല്ലെങ്കിൽ അത്തരത്തിൽ സംസാരിച്ച് ആശയവിനിമയം നടത്തി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ ആ സൃഷ്ടിക്കുന്ന പ്രകോപനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അവർ തുടർച്ചയായി തന്നെ ഈ രാത്രിയാകുന്ന സമയങ്ങളിൽ അവർ ഈ ഡ്രോണുകൾ വിന്യസിച്ചുകൊണ്ട് അതിർത്തി മേഖലയാകെ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടാനുള്ള പദ്ധതികൾ ഇടുന്നു എന്നുള്ളത്, അവിടെ സിവിലിയൻ വിമാന പ്രവർത്തനങ്ങൾ വരെ ആരംഭിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ ഏർപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. സിവിലിയൻ വിമാനങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു. വ്യോമപാത തുറന്നു നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു അപകടകരമായ ഒരു കളിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അങ്ങനെ അത് പക്ഷേ കൃത്യമായി ഇന്ത്യ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മികവായി ഈ സമയങ്ങളിൽ നമ്മൾ എടുത്തു കാണിക്കേണ്ടത്.